Hello friends, പലതരത്തിലുള്ള ടിക്ക റെസിപ്പീസ് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ചിക്കൻ വെച്ചിട്ടും പനീർ വെച്ചിട്ടൊക്കെ ടിക്ക റെസിപ്പീസ് ട്രൈ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് വ്യത്യാസമായിട്ട് സോയ ടിക്ക റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പലർക്കും സോയയുടെ ആ ടേസ്റ്റും സ്മെല്ലൊന്നും അധികം ഇഷ്ടമാവാറില്ല. എനിക്ക് പൊതുവേ സോയ അത്ര ഇഷ്ടമുള്ള ആളല്ല. അപ്പോൾ ഇങ്ങനെ ടിക്കയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ സോയയുടെ സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റും അധികം അങ്ങോട്ട് മുമ്പിലേക്ക് നിൽക്കില്ല. സോയ ഇഷ്ടമില്ലാത്ത കുട്ടികളെയും വലിയവരേനും ഒക്കെ കഴിപ്പിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ് ഇങ്ങനത്തെ സോയ ടിക്ക ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ഓവനോ ഗ്രിൽ പാനോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് സോയ ടിക്ക ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാത്രം എടുക്കുക. അതുപോലെ അതിലേക്ക് നമുക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വലിയ സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു കപ്പുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അത്ര ചൂട് വേണ്ട, ചെറിയൊരു ചൂടുള്ള വെള്ളം, നമ്മുടെ കൈയൊക്കെ മുക്കാൻ പറ്റുന്ന ഒരു ചൂട്. അപ്പോൾ ഒരു കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. സോയ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് കിടക്കണം, ഒന്ന് സോഫ്റ്റായി വരണം. അതിനുശേഷം വേണം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട്. നമുക്ക് ഇപ്പോൾ ഈ സോയ കുതിർന്ന് വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്ത സോയ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കേണ്ടത് തൈരാണ്. അപ്പോൾ തൈരിൽ വെള്ളം കളഞ്ഞെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു അരിപ്പയിൽ ഒഴിച്ചു വയ്ക്കുക തൈര്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് പോയി കിട്ടും. എന്നിട്ട് വേണം നമ്മളിതിൽ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കണേ. ഇത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല കട്ടായിട്ട് വരും തൈര്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ഇത്തിരി ചാട്ട് മസാല ഞാൻ ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കണത് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. ഞാൻ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ടിക്കയിൽ ഇടുന്ന പോലെ തന്നെ, പനീർ ടിക്കയിലൊക്കെ ഇടുന്ന പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ക്യാപ്സിക്കവും 1 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഓണിയനും സവാളയും ഇതുപോലെ ഇങ്ങനെ ഓരോ ലെയറായിട്ട് അടർത്തിയെടുക്കുക. ഇങ്ങനെയാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ടിക്കയിലേക്ക്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മസാലയും കൂടി ചേർത്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, ഇതെല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ ചേർക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് സ്ക്യൂറിനെ കയറ്റിയിട്ട് ടിക്ക ഉണ്ടാക്കിയെടുക്കാം. ഇത് അരമണിക്കൂറായി ഇത് പരത്തി വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് പിടിച്ച് കാണും. ഇനി നമുക്കിത് വെച്ചിട്ട് ടിക്ക ഉണ്ടാക്കാം. നമ്മൾ സ്ക്യൂറിൽ എടുക്കണം. അപ്പോൾ ഇതുപോലത്തെ സ്ക്യൂർ, ബാർബിക്യൂ സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്
നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും, ബാർബിക്യൂ സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വലിയൊരു പാക്ക്, 100 ഒരു പാക്കാണ് കിട്ടുക. അങ്ങനത്തെ വടികളാണ് മരത്തിൻ്റെ. ഇത് നമ്മൾ 1 മണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. എന്നാൽ മാത്രം നമുക്കിത് കുത്തിയെടുക്കുമ്പോൾ ശരിക്കും നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് വെള്ളത്തിൽ കുതിർത്തെടുക്കണം എന്ന് പറയുന്നത്. ഇതിലേക്ക് ഓരോന്നിലേക്കും ടിക്ക കുത്തിയെടുക്കണം. ഞാൻ ആദ്യം ഒരു ക്യാപ്സിക്കം വെച്ചു, അതിന് ശേഷം ഒരു സോയ വെച്ചു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെയാണെങ്കിലും വെച്ച് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം, സോയ, ഒരു ഓണിയൻ വെച്ച് കൊടുത്തു. സോയ, ടൊമാറ്റോ. ഞാൻ ഇത്രേ വെക്കുന്നുള്ളൂ ഒരെണ്ണത്തുമ്മേ. ഇതുപോലെ ബാക്കിയുള്ള സ്റ്റിക്സും മറിച്ചെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്ത് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്ക്യൂവർ ഇല്ലെങ്കിൽ വെറുതെ ഇത് കുറച്ച് ഓയിലിൽ വറുത്തെടുത്താലും മതി. കുട്ടികളെ സോയ കഴിപ്പിക്കാനും പറ്റും. സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചിനോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ടിക്ക ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഗ്രിൽ പാൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ അല്ലാതെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സാധാരണ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാനാണ്. ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിൽ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ടാണ് നമുക്ക് എടുക്കാനായിട്ട് കിട്ടില്ല ടിക്ക. അപ്പം അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ വേണ്ടി വരും. ഇനി ഇതിലേക്ക് നമുക്ക് ടിക്ക ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ആവുമ്പോൾ ഒന്ന് മറച്ച് വെച്ച് കൊടുക്കണം. നമ്മുടെ ഗ്രിൽ പാനൊക്കെ ഉണ്ടെങ്കിൽ അധികം ഓയിൽ ഇത്ര ആവശ്യം വരില്ല. അപ്പോൾ ഗ്രിൽ പാൻ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യണേ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ പാനൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എണ്ണ ആവാത്തടത്തൊക്കെ ഒന്ന് എണ്ണ ആയിക്കോളും. ഇത് നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിടാം. പതുക്കെ പിടിച്ചിട്ട് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 4 ഭാഗങ്ങളും ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം. ഈ സൈഡുകളും നന്നായിട്ടൊന്നായി വരട്ടെ. ടിക്ക ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സൈഡുകൾ മറച്ച് വയ്ക്കുക. ഇതുപോലെ തന്നെയാണ് പനീർ ടിക്ക ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെ സോയയ്ക്ക് പകരം പനീർ ഇട്ടാൽ മതി. അപ്പോൾ പനീർ ടിക്കയാവും. അപ്പോൾ ഗ്രിൽ പാൻ ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലത്തെ പാനുകളിൽ ഉണ്ടാക്കിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓരോന്നായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ടിക്ക മിക്ക കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ പനീറിന് പകരം ഇതുപോലെ സോയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ സോയ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുള്ള റെസിപ്പീസായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.